സൂര്യൻ കടലിനോട് കിന്നാരം ചൊല്ലി. കടൽ കാറ്റിൻ്റെ കാതിലോതി. ചുടുകാറ്റാകെ പരന്നാടി. മലയതൊക്കെ കൈകളിലൊതുക്കി. ചുടുകാറ്റും വെള്ളവുമെല്ലാം ഇളകിയാടി, ഇളകി ഓടി, തുള്ളിക്കളിച്ചു. നീലാകാശം മേഘാവൃതമായി. ആരവത്തേരിൽ മാനം കനത്തു. മഴപ്പക്ഷികൾ വിരുന്നൊരുക്കി. മഴമേഘങ്ങൾ വിരുന്നൊരുക്കി മഴപ്പക്ഷികൾ ചേർന്നു പാടി. ചിരപരിചിതമല്ലാത്ത പേമാരി വന്നു. പ്രളയം വന്നു, മഹാപ്രളയം. മഴ പലവട്ടം വന്നുപോയി. മാനവരോട് പലതും പറഞ്ഞു വച്ചു. ചിലതൊക്കെ മുൻപേ പറഞ്ഞതാണ്, വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറയാതെയും ഇരുന്നു ചിലപ്പോഴൊക്കെ. പലപ്പോഴും ഉഗ്രരൂപത്തിലും ഭാവത്തിലും മലയാളിയുടെ കൂട്ടിക്കിഴക്കിലുകളെ കീഴ്മേൽ മറിച്ചുകൊണ്ട് പെയ്ത്തുവെള്ളം പറയുകയും പറയാതിരിക്കുകയും ചെയ്തു. നാം എവിടെയാണ് പഠിച്ചത്? എവിടെ നിന്നാണ് മാറിയത്? വളരെ കൃത്യമായ പ്രകൃതിയുടെ ചില വികൃതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. തൊട്ട് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണണം. മുഴുവൻ ആളുകളും ആ വീഡിയോ കാണണം. ആ വീഡിയോയിൽ പറയുന്നത് വെള്ളപ്പൊക്കത്തെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചുമാണ്. എന്നാൽ വരൾച്ചയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒഴുക്കിക്കളയുന്ന ഓരോ തുള്ളി വെള്ളവും വരാനിരിക്കുന്ന വരൾച്ചയുടേതാണ്. കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ഭൂശാസ്ത്ര പ്രദേശമാണ്. ചിറാപ്പുഞ്ചിയിലാണ് 10,000 മില്ലിമീറ്റർ മഴ കിട്ടുന്നു വർഷത്തിൽ. അതാണ് ഏറ്റവും വലുത്. അത് മൗണ്ട് സെൻട്രാമിലേക്ക് മാറി. മേഘാലയത്തിലെ 40 കിലോമീറ്റർ വ്യത്യാസമുള്ള ചിറാപ്പുഞ്ചിയിലും മൗണ്ട് സെൻട്രാമിലുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. പക്ഷെ അവിടെയും മഴ കഴിഞ്ഞാൽ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വിധിയുടെ വേറൊരു വികൃതി. അത് കഴിഞ്ഞാൽ ആമസോൺ കാടുകളിൽ രാജ്യമെടുത്താൽ ബ്രസീൽ, ആമസോൺ, ഹവായ് ദ്വീപുകളിലൊക്കെയാണ് രാജ്യം കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. എന്നാൽ ഒരു സംസ്ഥാനം കണക്കാക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഭൂശാസ്ത്ര പ്രദേശം. 1000 ചതുരശ്രടി വിസ്തീർണമുള്ള കേരളത്തിൻ്റെ പുരപ്പുറത്ത് 3 ലക്ഷം ലിറ്റർ മഴവെള്ളമാണ് പെയ്തൊഴിയുന്നത്. ചില സ്ഥലങ്ങളിൽ 5 ലക്ഷം ലിറ്റർ. ഈ പെയ്തൊഴിയുന്ന മഴവെള്ളമാണ് നമ്മുടെ കുടിവെള്ളം, കൃഷി, വ്യവസായം, പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ, ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ, ജൈവ വ്യവസ്ഥയെ നിലനിർത്താൻ ഒക്കെ, ആരോഗ്യം, ജല ടൂറിസം, ജലഗതാഗതം, എല്ലാറ്റിനും ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം. ഈ വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരൾച്ച എന്ന് പറയുന്നത്. അത് തന്നെ പലതരത്തിലുള്ള ഡ്രോട്ടുണ്ട്. പലതരത്തിലെന്ന് പറയുമ്പോൾ കാലാവസ്ഥ ഡ്രോട്ട് അല്ലെങ്കിൽ മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട് എന്ന് പറയും. മഴ ലഭ്യതയിലെ ഒരു കാര്യമായ കുറവ് വരുമ്പോഴാണ് മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട് എന്ന് പറയുന്നത്. 2016 നമ്മൾ അനുഭവിച്ചതാണ്. 2004 പല വർഷങ്ങളിൽ കേരളം അനുഭവിച്ചിട്ടുള്ളതാണ് മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട്. അത് കുറച്ച് വളരും. മെറ്റീരിയൽ ഡ്രോട്ട് വളർന്ന് വീണ്ടും അടുത്ത ഡ്രോട്ടിലേക്ക് പോണതാണ് അഗ്രികൾച്ചറൽ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടാത്ത സാഹചര്യം വരും. അത് കഴിഞ്ഞാലാണ് ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ജലവ്യവസ്ഥയ്ക്ക് ആവശ്യമുള്ള, ആ ജലവ്യവസ്ഥ നിലനിൽക്കാൻ ആവശ്യമുള്ള വെള്ളം ഇല്ലാത്ത, മഴയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ടിലേക്ക് പോകും. അത് കഴിയുമ്പോഴാണ് കാര്യങ്ങൾ വഷളാവുന്നത്. സോഷ്യോ എക്കണോമിക് ഡ്രോട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആളുകൾ ദാരിദ്ര്യത്തിൽ വരും, പട്ടിണി വരും, വരൾച്ച വരും, പിന്നെ ആളുകൾ പലായനം ചെയ്യും. വലിയ അപകടമുണ്ട്. ഭക്ഷ്യക്ഷാമം വരും. വളരെ വലിയ പ്രതിസന്ധി വരും. അവസാനമാണ് എക്കോളജിക്കൽ ഡ്രോട്ട് വരുന്നത്. എക്കോളജിക്കൽ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥയെ ഒന്നാകെ വിഴുങ്ങുന്ന എക്കോളജിക്കൽ ഡ്രോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മെറ്റീരിയോളജിക്കൽ ഡ്രോട്ടിൽ തുടങ്ങി അഗ്രികൾച്ചറൽ ഡ്രോട്ടിലൂടെ പിന്നെ അതുപോലെ തന്നെ പോയി എക്കോളജിക്കൽ ഡ്രോട്ടിൽ, ഹൈഡ്രോളജിക്കൽ ഡ്രോട്ടിലൂടെ എക്കോളജിക്കൽ ഡ്രോട്ടിലേക്ക് പോകുമ്പോൾ മാനവരാശിയുടെ വരൾച്ചയുടെ ചിത്രം പൂർത്തിയാകും. കേരളത്തിൽ 1966, 83, 84, 86, പിന്നെ 96, 2000, 2013, 2014, 2016 വർഷങ്ങളിലൊക്കെ വളരെ വലിയ വരൾച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ IMDയുടെ കേരള റീജിയൻ്റെ സ്ഥാപനത്തിൻ്റെ പഠനമനുസരിച്ച് 1871 മുതൽ 2016 വരെയുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ മഴയിൽ വലിയ മാറ്റമാണ്, വേനൽ മഴയിൽ
വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 100 വർഷത്തെ വിശകലനത്തിൽ നിന്ന് വേനൽക്കാലത്ത് 12 സെൻറ്റിമീറ്ററിൽ മഴ കുറവും അത് താഴേക്ക് വരികയും ചെയ്യും. 10% കൂടുതൽ മഴ കുറഞ്ഞാൽ വരൾച്ച വലിയ രൂപത്തിലേക്ക് പോകും. കേരളത്തിൽ 3 സീസണിലാണ് മഴ കിട്ടുന്നത്. നമ്മുടെ കാലവർഷം എന്ന് പറയുന്ന ഇടവപ്പാതി എന്ന് പറയുന്ന കർക്കിടകം, ഇടവം, മിഥുനം, കർക്കിടക അതായത് ഇടവത്തിൽ തുടങ്ങി കർക്കിടക മാസത്തിലൊക്കെ പോകുന്ന ഇടവപ്പാതി എന്ന് പറയുന്ന മൺസൂണിൻ്റെ തുടക്കകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ തുടക്കകാലം. ആ മൺസൂണിൻ്റെ കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അത് സെപ്റ്റംബർ വരെ പോകാനുള്ള, ചിലപ്പോൾ ഒക്ടോബർ ആദ്യം വരെയൊക്കെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നവംബറിലൊക്കെ വരുന്ന മഴയാണ് നമ്മുടെ തുലാവർഷം. ചിങ്ങം, കന്നി, തുലാം, അതായത് ഓണം കഴിഞ്ഞതിന് ശേഷം വരുന്ന തുലാവർഷ മഴ. 70% മഴയും കിട്ടുന്നത് ആദ്യഘട്ടത്തിലെ കാലവർഷക്കാലത്തും 20% മഴ കിട്ടുന്നത് തുലാവർഷക്കാലത്തും 10% മഴ കിട്ടുന്നത് വേനൽക്കാലത്തുമാണ്. പിന്നെ മഞ്ഞുകാലം, ജനുവരി മാസങ്ങളിൽ ഒരു ഇടമഴയുണ്ട്. കേരളത്തിൽ എല്ലാ കാലവും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും എന്നുള്ളതാണ് കേരളത്തിൻ്റെ തനത് സവിശേഷത. 120 ദിവസം ശക്തമായ മഴ, ബാക്കി എല്ലാം മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്ന ഒരു സമൂഹമാണ്. പക്ഷേ പെയ്യുന്ന മഴയിൽ ശക്തമായ മാറ്റം, കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മഴക്കാലത്തെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മൺസൂണിനെ ആശ്രയിച്ചാണ് നമ്മളെല്ലാ കൃഷിയും നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽ വന്നാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കരുതുവാനുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ വരൾച്ചയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വലിയ വരൾച്ചയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ വരൾച്ച കൊണ്ട് വലിയ, പാലക്കാട് സ്ഥിരമായി വരൾച്ച വരുന്നൊരു പ്രദേശമാണ്. വട്ടവട പോലുള്ള മഴനിഴൽ പ്രദേശങ്ങളുണ്ട്. വർഷത്തിൽ 500 മില്ലിമീറ്റർ മാത്രം താഴെ മഴ പെയ്യുന്ന മഴനിഴൽ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ കടലും, ഒരു വശത്ത് പടിഞ്ഞാറ് വശത്ത് കടലും കിഴക്ക് വശത്ത് സഹ്യാദ്രി മലനിരകളും തൊട്ട് മുകളിൽ സൂര്യന് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ല മഴ കിട്ടും. പക്ഷേ കിട്ടുന്ന മഴയെ കൈകാര്യം ചെയ്യാൻ മലയാളി ഇനിയും പഠിച്ചിട്ടില്ല. മഴയുടെ വെള്ളത്തിൻ്റെ ധാരാളിത്തത്തിൽ ജീവിക്കുന്ന മലയാളി ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കാൻ ഒരു മാനസിക ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സമൂഹമായി മാറിയിട്ട് എത്രയോ വർഷമായി. തീർച്ചയായും ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ വരൾച്ചയെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കടൽ, മല കടലിൻ്റെ കാതിലോതി നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. മണൽ നദിയുടെ കാറ്റിൻ്റെ മണൽ കാറ്റിൻ്റെ കാതിലോതും. വരുന്നത് പ്രളയമാണെങ്കിൽ വരാനിരിക്കുന്നത് വരൾച്ചയാണ്. തീർച്ചയായിട്ടും ഈ പ്രകൃതിയുടെ ഓരോ താളവും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയാൽ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വരൾച്ചയും പറയുന്നത് വലിയ ദുരന്തങ്ങളാണ്. വരാനിരിക്കുന്നത് വരൾച്ചയുടെ കാലം കൂടിയാണ്.